ശ്വേത മേനോനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അൻസിബയും അമ്മ അംഗങ്ങളായ മാല പാർവതിയും ഉഷാ ഹസീനയും. ശ്വേത നേതൃത്വം നൽകുന്ന ഭരണസമിതിയെ വളഞ്ഞ വഴിയിലൂടെയാണ് അധികാരത്തിലെത്തിയത്. ശ്വേത പ്രസിഡന്റായിരുന്ന കാലയളവിൽ അമ്മയിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നത്. അംഗങ്ങൾക്ക് വേണ്ടി യാതൊന്നും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടന്നില്ല. നടന്നത് തമ്മിൽ തല്ലും ചെളിവാരിയേറും മാത്രമെന്നും നടിമാർ ആരോപിച്ചു. ശരിയല്ലാത്തൊരു കണക്ക് അതിനുമുമ്പ് ഇവരുടെ കയ്യിൽ നിന്ന് കണക്കിന്റെ ഒരു പേജ് ലീക്കായിട്ടുണ്ട്. അതിൽ 60 ലക്ഷത്തിന് മേലെ കണക്കില്ലാതെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ബാബുരാജ് പറഞ്ഞതാണ്. അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുരാജ്. അപ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരു കണക്ക് തെറ്റി ബാബുവിന്റെ വാട്സപ്പിൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ചു. നമുക്ക് തന്നിരിക്കുന്ന പ്രിന്റ് ചെയ്ത് തന്ന കണക്ക് വേറെ, അവര് വായിച്ച കണക്ക് വേറെ. അപ്പോൾ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി. അവിടെ മൊത്തത്തിൽ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അംഗങ്ങളാണ്, മൈക്ക് അവിടെ ആർക്കും തന്നില്ല. രാഷ്ട്രീയമായും ശ്വേതയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങൾ മാധ്യമങ്ങളെ കണ്ട നടിമാർ ഉന്നയിച്ചു. അദാനിയിൽ നിന്ന് 15 കോടി രൂപ ശ്വേത വഴി അമ്മയിലെത്തുമെന്ന് BJP നേതാവായ പത്മജ പറഞ്ഞു. ഇതെങ്ങനെയെന്ന് മാലാ പാർവതി ചോദിച്ചു. അമ്മയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നൽകാൻ BJPയിൽ നിന്ന് ശ്വേത മേനോൻ 2 കോടി രൂപ കൈപ്പറ്റിയെന്ന് ഉഷാ ഹസീന ആരോപിച്ചു. വിവാദ ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് 1 കോടി രൂപ അമ്മയ്ക്ക് സംഭാവന കിട്ടുമെന്ന് ശ്വേത പറഞ്ഞിരുന്നു. കരാർ ഒപ്പിട്ടപ്പോൾ അത് 75 ലക്ഷമായി. ബാക്കി 25 ലക്ഷം എവിടെ പോയെന്ന് അൻസിബ ചോദിച്ചു. ശ്വേത ചേച്ചിയാണ് ആദ്യം കൊണ്ടുവന്നത്. അന്ന് പറഞ്ഞത് 1 കോടി എന്നായിരുന്നു. അത് എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി മാറി. 25 ലക്ഷം എവിടെ പോയി എന്ന് എനിക്കറിഞ്ഞു. എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ടുവന്നപ്പോഴേ ഞാൻ എതിർത്തു. നമ്മുടെ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ല ഈ കാര്യം. അമ്മയിൽ 32 വർഷമായിട്ട് ഒരു മതസ്ഥാപനങ്ങളും കടന്നുകൂടിയിട്ടില്ല, ഒരു മതചിഹ്നങ്ങളും കടന്നുകൂടിയിട്ടില്ല. ഇന്ന് നിങ്ങളൊരു ടെമ്പിൾ കൊണ്ടുവരികയാണെങ്കിൽ നാളെ ഒരു മോസ്ക് വരും, പിന്നീട് ഒരു ചേർച്ച് വരും, അങ്ങനെ മതസ്ഥാപനങ്ങൾ വരും, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വരും. അത് വരാൻ പാടില്ല. അമ്മയിൽ നിന്ന് പുറത്തുപോയ ലൈംഗിക പീഡന കേസിലെ അതിജീവിത ഉൾപ്പെടെ ആരെയും തിരിച്ച് സംഘടനയിൽ എത്തിക്കാൻ ശ്വേത മേനോൻ ശ്രമിച്ചില്ല എന്നും ആരോപണം. പകരം സംഘടനയിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമിച്ചത്. അൻസിബയെ വ്യക്തിപരമായ അശ്ലീലം പറഞ്ഞ് ദ്രോഹിച്ചു. തന്നെയും ശ്വേത ജിഹാദി എന്ന് വിളിച്ചെന്ന് ഉഷാ ഹസീന പറഞ്ഞു. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ പരാതി നൽകിയതിനു ശേഷം ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ടും പോലീസ് കേസെടുത്തില്ല എന്നും നടിമാർ ആരോപിച്ചു. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ഗുരുതരമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർത്തുകയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടതോടെ നടിമാർ. അതിൽ രാഷ്ട്രീയമായി കൂടി അതിനെ കൂട്ടിക്കെട്ടുന്നുണ്ട്. കാരണം BJPയിൽ നിന്നടക്കം സ്ഥാനാർത്ഥികളെ നൽകുന്നതിനായി ശ്വേത പണം വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. മറ്റൊരു കരാറിൽ നിന്ന് 1 കോടി പറഞ്ഞ് പിന്നെ 75 ലക്ഷം ഒപ്പിട്ട് അതിൽ 25 ലക്ഷം എവിടെ പോയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഈ സംഘടന വഴി അവിടെ നടത്തുവാൻ ഈ തലപ്പത്തുള്ളവർ ശ്രമിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണല്ലോ പറയുന്നത്. മറ്റൊന്ന്, ഈ ജിഹാദി ഉൾപ്പെടെയുള്ള അതിഗുരുതരമായ പരാമർശങ്ങൾ അത് അൻസിബയ്ക്കെതിരെ മാത്രമല്ല ഉഷാ ഹസീനെ പോലുള്ള അവർക്കെതിരെയും കൂടി അത് ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വലിയ വലിയ ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് നിലവിൽ ഇവർ ഉയർത്തുന്നത്. എന്തൊക്കെയായിരുന്നു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ പ്രത്യാരോപണങ്ങളായിരുന്നു ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ ആകമാനം ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും അമ്മ എന്ന താരസംഘടനയിലെ അഴിമതി കഥകളും ഒപ്പം തന്നെ വർഗീയ ധ്രുവീകരണ കഥകളുമായിരുന്നു ഈ താരങ്ങൾ എല്ലാവരും തന്നെ വിളിച്ചു പറഞ്ഞത്. ഇതിൽ മാലാ പാർവതി പറഞ്ഞ ആക്ഷേപം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2 കോടി രൂപ ശ്വേത മേനോൻ, പ്രസിഡന്റായിട്ടുള്ള ശ്വേത മേനോൻ BJPയിൽ നിന്ന് വാങ്ങി താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കി നൽകാമെന്ന വാഗ്ദാനം നൽകിയെന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അത് ബാബുരാജ് അന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞിരുന്നുവെന്ന് ഉഷാ ഹസീനയും പറയുന്നു. 2 കോടി രൂപ ശ്വേത മേനോൻ വാങ്ങി എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചതോടുകൂടിയാണ് ശ്വേത മേനോൻ സ്വയം രാജി പ്രഖ്യാപിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവാദ ദല്ലാൽ നന്ദകുമാറിൽ നിന്നും 1 കോടി രൂപയാണ് ശ്വേത മേനോൻ വാങ്ങിയിരുന്നത്. എന്നാൽ കരാർ എഴുതിയപ്പോൾ അത് 75 ലക്ഷം രൂപയായി മാറി. ശേഷിക്കുന്ന 25 ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളതായിരുന്നു അൻസിബ ചോദിച്ചത്. മറ്റൊന്ന്, താരങ്ങളെ
വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം അതിനകത്ത് നടന്നിരുന്നു. ആളുകളെ മതം നോക്കി വേർതിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. അൻഷിബയ്ക്കെതിരെ നടന്നത് അത്തരത്തിലുള്ള ഒരു നടപടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കൂട്ടമായി ചെറുത്തത്. ഇപ്പോൾ ശ്വേതാമേനോൻ മടങ്ങി വരാൻ ശ്രമിക്കുന്നത്. ശ്വേതാമേനോനെ ആരെങ്കിലും തിരിച്ചു വിളിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ആരും തന്നെ തിരിച്ചു വിളിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് മടങ്ങി വരാൻ ശ്രമിക്കുകയാണ്. അമ്മ താര സംഘടനയിലേക്ക് ശ്വേതാമേനോൻ മടങ്ങി വരികയാണെങ്കിൽ സ്വാഭാവികമായും അവരെ അമ്മ ഓഫീസിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഉഷ ഹസീന അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും താര സംഘടന ചീഞ്ഞു നാറുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്യാമിലി, ശരി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിൽ പറയുന്നത് പോലെ താരസംഘടന അങ്ങേയറ്റം അപഹാസ്യമായ രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെ 3 നടിമാരും വന്ന് അത്രയധികം ഗൗരവപൂർണമായ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയാണ് ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്.